ഇതെപ്പോഴാണ് സർവീസ് തുടങ്ങുക? 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്ക്. എത്ര മണി വരെ ഉണ്ടാവും? വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവും. ഇത് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ? പ്രൈവറ്റ്. ഇത് എത്ര പേര് പോവാം ഒരു ബോട്ടിൽ? ഇതിൽ 2 പേർക്ക് പോകാം. 2 പേർക്ക്. നിങ്ങൾ കൂടെ വരും? ഞങ്ങൾ കൂടെ വരും ഗൈഡായിട്ട്. അത് ഓടിക്കാൻ നമുക്ക് തരുമോ അതോ? ഇല്ല, കൊടുക്കത്തില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ബാക്കിലിരിക്കും? ഇല്ല, ഫ്രണ്ടിലിരിക്കും. നിങ്ങൾ ബാക്കിലിരുന്ന് ഓടിക്കും. ഓക്കെ. എൻ്റെ പേരെങ്ങനെയാണ് നിങ്ങളുടെ? ലിഹാൻ. വീട്? ലക്ഷദ്വീപ്. ഓഹോ. ഇതപ്പോൾ ഇവിടെ പഠിച്ചത്? ഇവിടെ വന്നാണ് പഠിച്ചത്. ലക്ഷദ്വീപിലുണ്ടോ ഇങ്ങനെ? ലക്ഷദ്വീപിലില്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങി? ഇപ്പോൾ തുടങ്ങി. അപ്പോൾ മുൻപ് എന്താ? മുമ്പ് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ കയാക്കല്ലേ സാധനം, അതൊക്കെ ആയിരുന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ വന്ന്. ലക്ഷദ്വീപിൽ ഇപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താ അങ്ങനെ മാറ്റങ്ങൾ? ടൂറിസം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതിൻ്റെ കാരണം എന്താ അങ്ങനെ മാറാൻ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മോദി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ടൂറിസമൊക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്? മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അവിടെ തുടങ്ങുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട്. അതല്ല, അവരവിടെ ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ടോ പുറത്തുള്ള ആളുകൾ? അങ്ങനെയൊന്നുമില്ല, അവിടെയുള്ള ആളുകൾ തന്നെ. അപ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള അവിടെയുള്ള ആളുകൾ തന്നെയാണ്? പോകാറുണ്ടോ ലക്ഷദ്വീപിലെ? പോകാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പോവോ അതോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പോകാറില്ല. ഇവിടെ ഓഫ് സീസൺ ആയാലും പോവും. ഇടയ്ക്കിടയ്ക്ക് പോകാൻ നമുക്ക് ഷിപ്പ് അങ്ങനെ കിട്ടത്തില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്യണം ടിക്കറ്റിന്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കൊച്ചിയിൽ നിന്ന് പോവും? കൊച്ചിയിൽ നിന്ന് പോവും. എത്രയാണ് ടിക്കറ്റ് ചാർജ്? ടിക്കറ്റ് ചാർജ് ഞങ്ങൾക്ക് 300 സംതിങ് രൂപയാണ്. നിങ്ങൾക്കും ഇവിടെയും വ്യത്യാസമുണ്ടോ ചാർജ്? നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇവിടുന്ന് ഡബിൾ ആയിരിക്കും, ഞങ്ങളുടെ ഡബിൾ ആയിരിക്കും നിങ്ങൾക്ക്. അങ്ങനെയാണല്ലേ. ലിഹാൻ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ ഇവരുടെ അക്കോമഡേഷൻ ഉണ്ട് അവിടെ പാലത്തിൻ്റെതായ അവിടെയാണ്. എത്ര കാലമായി ഇവിടെ? ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരു 4-5 മാസമായിട്ട്. അത്രയുള്ളൂ. അങ്ങനെ ഇഷ്ടമായോ സ്ഥലം? ഇഷ്ടമായി. ഒന്നാമത് കടലായതുകൊണ്ട് ഇഷ്ടമായി. നിങ്ങൾ അവിടെ കടൽ തന്നെയാണല്ലോ അല്ലേ? അവിടെ എന്താ ചെയ്തിരുന്നത്? അവിടെ ഫിഷിങ്. ഏത് കടലാണ് നല്ലത്? ഈ കടലാണോ ആ കടലാണോ? അവിടെയാണ് നല്ലത്. അത് ക്ലിയർ വാട്ടറാണ്, എല്ലാം കാണാൻ പറ്റും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടോ അവിടെ ഇവിടെ തമ്മിൽ? ക്ലൈമറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് പരിക്കൊക്കെ ആയാലേ ഇവിടെ ഉണങ്ങാൻ ഒന്നാമത് അധികം വൈകുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. അവിടെ പെട്ടെന്ന് ഉണങ്ങും. അവിടെ കടലിൽ ഇറങ്ങിയാൽ തന്നെ ഉണങ്ങും, പെട്ടെന്ന് ഉണങ്ങും. അവിടുത്തെ ഉപ്പ് കടലും ഇവിടുത്തെ ഉപ്പ് കടലും വ്യത്യാസമുണ്ട്. അവിടുത്തെ നീല കളറല്ലേ കടൽ. ഓക്കെ ലിഹാൻ, താങ്ക് യു. യൂട്യൂബ് വല്ലതാണോ? ഞാൻ നെപ്റ്റ്യൂണിൻ്റെ എടുത്തിട്ടുണ്ട്, ഫോട്ടോ അതെടുത്തിട്ടുണ്ട്, പേരെടുത്തിട്ടുണ്ട്. അതും കൂടി മെൻഷൻ ചെയ്ത് ഇട്ടാൽ മതി. യൂട്യൂബിലൂടെ വാങ്ങാട്ടാ. എൻ്റെ പേര് മെൻഷൻ ചെയ്ത് ഇപ്പോൾ കുറച്ച് സാധനമൊക്കെ വരും. കോട്ട് ബൈക്ക് അല്ലേ ഇപ്പോൾ ഓടിച്ച്, ഇപ്പം ഇങ്ങോട്ട് വരും. ആൾക്കാർ വന്ന് തുടങ്ങും അല്ലേ? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സാധനമൊക്കെ ബീച്ചിലെത്തിയാൽ സ്റ്റാർട്ട് ചെയ്യും. അതല്ലേ, 9 o'clock ആവണമെന്നില്ല. സാധനമൊക്കെ ബീച്ചിലെത്തിയാൽ സ്റ്റാർട്ട് ചെയ്യാനല്ല. ഇതിന് 750. അതിന് 750 അല്ല, കറക്റ്റ് അറിയത്തില്ല. അവിടെ ബോർഡിലുണ്ടാവും. അവിടെ ഉണ്ട് അല്ലേ, ബോർഡിലുണ്ട് അല്ലേ റേറ്റ്. വരുന്ന വണ്ടിയുടെ പേരെന്താ? കോട്ട് ബൈക്ക്. ഓക്കെ. പിന്നെ എന്തൊക്കെയുള്ളൂ ഇവിടെ? പിന്നെ കോട്ട് ബൈക്ക്, ജെസ്കി, പിന്നെ ബോട്ടിംഗ് ഉണ്ട്. 1/2 hour, 1 hour, 15 minute, അങ്ങനെ കുറേ ഇതുണ്ടാണ്, റൈഡ് ഉണ്ട്. ഓക്കെ. പിന്നെ കയാക്കിംഗ് ഉണ്ട്. ഓക്കെ. സീ റാഫ്റ്റിംഗ് ഉണ്ട്. പിന്നെ കറ്റമരം റൈഡ്. അത് അല്ലേ? വിൻഡില്. ഓക്കെ. അതിൽ പായക്കപ്പൽ പോലെ വിൻഡിലാണ് പോകത്തുള്ളൂ. ഓക്കെ. പിന്നെ സീ റാഫ്റ്റിംഗ്, പിന്നെ നീ ബോർഡ് ഉണ്ട്. അതോടെ നീ ബോർഡ് കൊണ്ടുവന്നിട്ടില്ല. വീട്ടിലോട്ട് കയറി നിന്ന് നമ്മൾ പാഡൽ ചെയ്യുന്നതാണ്. നീ ബോർഡിൽ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഓഗി ബോർഡ് ഉണ്ട്. പിള്ളേരുടെ സാധനമാണ് ഓഗി ബോർഡ്. പിന്നെ ഞാൻ അറിയോ? അതെല്ലാം അറിയോ? എല്ലാം പഠിച്ചു. എല്ലാം ഇവിടെ വന്ന് പഠിച്ചാണ്. പിന്നെ ബനാന റൈഡ് ഉണ്ട്. ബനാന ഒരു മിനിമം 5 പേരെങ്കിലും വേണം അതിൽ പോവാം. അത് എയറിലാണോ? എയറിലാണ്. നമ്മുടെ ബോട്ടിന്റെ പിറകിൽ കെട്ടി വലിക്കും. അങ്ങനെയാണല്ലേ? അങ്ങനെ 2 റൗണ്ട് ഉണ്ട്. രണ്ടാമത്തെ റൗണ്ട് ഫ്ലിപ്പ് ചെയ്യും. അതല്ലേ? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഫ്ലിപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയുണ്ട്. ഓക്കെ. പിന്നെ ലേലോ റൈഡ് ഉണ്ട്.
അതെന്താ സാധനം? അതുപോലെ കിടന്ന് പോകണമെന്ന് ഈറ നിറച്ച സാധനം തന്നെ കിടന്ന് പിടിച്ചിട്ട് ബോട്ടിൻ്റെ പിന്നാലെ കെട്ടി വലിക്കും. ഓഹോ ഹോ. ഇതിനൊക്കെ ചാർജ് അവിടെ ബോട്ടിലുണ്ടല്ലേ? ആ ബോട്ടിലുണ്ടല്ലേ? ആ ബോട്ടിലുണ്ട് എല്ലാ ചാർജും. ഓക്കെ, ഞാൻ നോക്കട്ടെ. ചാർലി